ഫുഡ് ഡോക്ടേഴ്സിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ സ്റ്റാർ ഫ്രൂട്ടാണ്, നമ്മുടെ സ്വീറ്റ് സ്റ്റാർ ഫ്രൂട്ട് അല്ലെങ്കിൽ കാരംബോള എന്നൊക്കെ അറിയപ്പെടുന്ന സംഭവമാണ്. അത്യാവശ്യം പിടിക്കും. ഇതിൻ്റെ ഏറ്റവും വലിയ മെച്ചമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കെയറും വേണ്ട, ഇഷ്ടംപോലെ പിടിച്ചോളും. ഇത് നട്ടിട്ടിപ്പോൾ ഒരു 6-7 മാസം ആയി കാണും. ഇഷ്ടംപോലെ പിടിച്ചിട്ടുണ്ട്. കുറേ വെറൈറ്റീസ് ഉണ്ട് ഇതിന്. ആക്ച്വലി ഈ ഒരെണ്ണം മാത്രമല്ല, മധുരം ഉള്ളതുണ്ട്, സ്വല്പം സോർ ടേസ്റ്റ് ഉള്ളതുണ്ട്, നല്ല പുളിയുള്ളതുണ്ട്. അപ്പോൾ ഇതിൽ അത്യാവശ്യം മധുരമുള്ള ഒരു വെറൈറ്റിയാണ് ഇപ്പം നമ്മൾ നട്ടേക്കുന്നത്. നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മുടെ കൊളസ്ട്രോളിനൊക്കെ നല്ലതാണ്, ഹാർട്ട് ഡിസീസിനൊക്കെ നല്ലതാണെന്നാണ് പറയപ്പെടുന്നത്. ഞാൻ എന്തായാലും അതിലെ നല്ല പേപ്പേഴ്സിലൂടെ ഒന്നും ഞാൻ വായിച്ച് നോക്കിയില്ല. എന്തായാലും ഒരു ഫ്രൂട്ട് അല്ലേ, എന്തായാലും ഇഷ്ടം പുളിയും ഉണ്ട്. അപ്പോൾ എന്തായാലും ആൻറ്റി ഓക്സിഡൻസ് കാണും, വൈറ്റമിൻ സി എന്തായാലും അടങ്ങിയതാണ്. അപ്പം പിന്നെ എളുപ്പമാണ് നടാൻ. ചുമ്മാ നട്ടാൽ മതി, ഇഷ്ടംപോലെ പിടിച്ചോളും. ഒരു കെയർ പോലും വേണ്ട. ഇപ്പം ഞാനിവിടെ കുറേയേറെ ഫ്രൂട്ട് പ്ലാന്റ്സ് എടുത്തുള്ള എപ്പോഴും റെഗുലറായിട്ട് പിടിച്ചുന്നത് ഇത് തന്നെയാണ്. ഇതിൻ്റെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഈ ഭാഗം കഴിവതും കഴിക്കാത്തത് നല്ലത്. അവിടെയാണ് ഇതിൻ്റെ ഏറ്റവും കൂടുതൽ ആസിഡ് അക്യുമുലേറ്റ് ചെയ്യുന്നൊരു സ്ഥലം. അതുകൊണ്ട് തന്നെ അവിടെ നല്ല പുളിയായിരിക്കും. അപ്പം ആ ഒരു ഭാഗം കട്ട് ചെയ്ത് അല്ലെങ്കിൽ അവിടെ ഒരു വേറൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പം അതൊന്ന് കട്ട് ചെയ്ത് കളയാം. അത് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമുക്ക് കുറച്ചും കൂടെ ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇത് കട്ട് ചെയ്ത് കളയുകയാണെങ്കിൽ. മധുരമുണ്ട്, പുളി 0 കേട്ടോ. പുളി എന്ന് പറയുന്നൊരു ഫ്ലേവറേ ഇല്ല. മധുരമുണ്ട്, അത് ചെറിയ മധുരം. ഇഷ്ടംപോലെ കഴിക്കാം. നമുക്ക് കഴിക്കുന്നതിനൊരു ബുദ്ധിമുട്ടുമില്ല, ഇഷ്ടംപോലെ കഴിക്കാം. ഭയങ്കര നല്ല ഫ്രൂട്ടാണോ? അത്ര നല്ല ഫ്രൂട്ടൊന്നുമല്ല, കുഴപ്പമില്ലാത്തൊരു ഫ്രൂട്ട്. ഒട്ടും കെയർ വേണ്ടാതെ ഒരു ഹെൽത്തി ആയിട്ടുള്ള വൈറ്റമിൻ സി ഒക്കെ അടങ്ങിയ ഒരു ഫ്രൂട്ട് വെക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വെക്കാവുന്നൊരു ഫ്രൂട്ട് തന്നെയാണ് കാരംബോള. ഞാൻ പറഞ്ഞില്ല, എനിക്കൊന്ന് എപ്പോഴും പിടിക്കുമെന്നാണ് തോന്നുന്നത് കേട്ടോ. ഞാൻ 2 പ്ലാന്റ് വെച്ചിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ ആലോചിക്കുക, 2 പ്ലാന്റിൻ്റെ ആവശ്യമില്ലായിരുന്നു, ഒരെണ്ണം മതിയായിരുന്നു. ഒരു പ്ലാന്റ് സ്ഥലമുള്ളവർ നടുകയാണ്, ഒരു ഡ്രമ്മിൽ നട്ടാൽ മതി. കുറച്ച് സ്ഥലം മതി ഇതിന്. അത് കുറച്ച് ഷെയ്ഡ് ലവിങ്ങും ആണ്. ഇത്രയും വെയിലൊന്നും ആവശ്യമില്ല. എനിക്കിവിടെ ഷെയ്ഡ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇവിടെ വെച്ചത്. ഷെയ്ഡ് ലവിങ് ആണ്. വെയിൽ നമുക്ക് തീരെ വെയിൽ കിട്ടാത്തൊരു സ്ഥലത്ത് ഒരു പ്ലാന്റ് വെക്കാമെന്നുണ്ടെങ്കിലും അതിനും നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു പ്ലാന്റ് തന്നെയാണ് കാരംബോള. നടുമ്പം നല്ല വെറൈറ്റി നോക്കി നടാൻ ശ്രമിക്കുക. അത്യാവശ്യം മധുരമുള്ള വെറൈറ്റീസ് ഇപ്പം കിട്ടുന്നുണ്ട്. അത്യാവശ്യം വലുപ്പമുണ്ട്. ഇതെനിക്ക് തോന്നുന്നു 1 വർഷമൊക്കെ കഴിയുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ വലുപ്പം കിട്ടും. ഇത് തന്നെ അത്യാവശ്യം വലുപ്പമുണ്ട്. അപ്പം നടാൻ ശ്രമിക്കുക. അപ്പം ട്രൈ ചെയ്യുക, പെട്ടെന്ന് കിട്ടും. ഓക്കെ, ബൈ.